പിന്നെ നമുക്ക് ഇന്നൊരു പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് ആദ്യം ഫ്രൈ പാനിൽ 2 സ്പൂൺ നെയ്യ് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് കടുകിട്ട് വെച്ച് കൊടുത്തിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത്, അപ്പോൾ എല്ലാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ റൈസ്. നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഐറ്റമാണ്. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ട് കുട്ടികൾ കഴിക്കൂട്ടെ. ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തൊന്നും പരിചയമൊന്നും ഇല്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം റൈസിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിന് ഞാനിത് ഇങ്ങനത്തെ റൈസുകൾ ഉണ്ടാക്കി കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട്. ഫുള്ള് ബാക്കി വെക്കാതെ കഴിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെ മക്കൾക്കും ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. ഒരുപാട് പാരൻസ് ഇങ്ങനെ രാവിലെ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തയക്കും വിചാരിച്ച് ടെൻഷൻ അടിച്ച് എന്താണെന്ന് ആലോചിച്ച് ഇരിക്കുമല്ലോ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇനിയും റൈസുകളുടെ റെസിപ്പി ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ബർക്കത്തായാലും ഏതരിയായാലും കുഴപ്പമില്ല. നമുക്കിനി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ആയാലും ഏതരിയായാലും കുഴപ്പമില്ല. നമുക്ക് ഉപ്പിട്ട് വേവിച്ചിട്ട് നമ്മൾ ഊറ്റി വെക്കണ്ട. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ കുട്ടികളെ ലഞ്ച് ബോക്സിലാക്കി. പിന്നെ അതിലേക്ക് നമുക്ക് സൈഡ് ഡിഷായിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കച്ചമ്പർ, പിന്നെ അച്ചാർ, അവർക്ക് എന്താണോ ഇഷ്ടം അത് കൊടുക്കാം. ഞാനിവിടെ അച്ചാറാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം, എന്ത് വേണമെങ്കിൽ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ. അപ്പോൾ അത് കുട്ടികൾക്ക് നമുക്ക് കൊടുത്തയക്കാം. അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഞാൻ മുന്നേ പറഞ്ഞു വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ പേരൻസിനൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇതുപോലെ പല റൈസ് വീഡിയോകൾ ഇടുന്നതായിരിക്കും. ബൈ.